തലശ്ശേരി കരുണ ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ 58ാമത് സോൺ സമ്മേളനം പാലയാട് ചിറക്കുനിയിൽ ചേർന്നു. ധർമ്മടം സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സോൺ വാർഷിക സമ്മേളനം ധർമ്മടം പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ രജീഷ് തെരുവത്ത് ഉദ്ഘാടനം ചെയ്തു. വിനീത തലശ്ശേരി അധ്യക്ഷത വഹിച്ചു. തലശ്ശേരി അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എം വി അഫീൻ ഗതാഗത നിയമങ്ങളെപ്പറ്റി ക്ലാസ് എടുത്തു. പുരുഷു പാനൂർ സോണിന്റെ പ്രവർത്തന റിപ്പോർട്ടും ജോളി തലശ്ശേരി വരവ് ചിലവ് കണക്കുകളും അവതരിപ്പിച്ചു. സംസ്ഥാന ഫിനാൻസ് സെക്രട്ടറി സതീഷ് കൊല്ലം, ജില്ലാ സെക്രട്ടറി നാരായണൻ കുറുമാത്തൂർ, സംസ്ഥാന രക്ഷാധികാരി മനോഹരൻ ചിറക്കുനി, മറ്റു ഭാരവാഹികളായ ഉമേഷ് ചാലോട്, ഷാഹിർ മാഹി, ശ്രീനി പാനൂർ എന്നിവർ സംസാരിച്ചു. സി ആർ രാജേഷ് നന്ദി പറഞ്ഞു. സമ്മേളനത്തിന് മുന്നോടിയായി പ്രതിനിധികൾ പ്രകടനവും നടത്തി. സ്ഥലം എന്ന് പറയുന്നത് അയാളെ രക്ഷപ്പെട്ട സ്ഥലങ്ങളായിരിക്കും. വാഹനങ്ങൾ രക്ഷപ്പെട്ടുണ്ടാവും, ബസ്സുകൾ രക്ഷപ്പെട്ടുണ്ടാവും, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ വഴി രക്ഷപ്പെട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ അയാൾ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ജില്ലയിൽ അയാൾ പുറത്ത് നടക്കാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനമായിരിക്കും. അപ്പൊ നമ്മൾ ആദ്യം സമീപിക്കുക ബസ് സ്റ്റാൻഡ്, തലശ്ശേരി ഏറ്റവും അടുത്ത തലശ്ശേരി ബസ് സ്റ്റാൻഡ്, തലശ്ശേരി ബസ് സ്റ്റാൻഡിലുള്ള ഓട്ടോ ഡ്രൈവർമാർ, ബസ് ഡ്രൈവർമാർ, ടാക്സി ഡ്രൈവർമാർ, ആ ഒരു വിഭാഗമാണ് ആദ്യം. ഫോട്ടോയും ഇദ്ദേഹത്തിന്റെ ഈ എക്യൂസിന്റെ ഫോട്ടോയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഫോട്ടോയെ സംഘടിപ്പിച്ചിട്ട് ആദ്യം പോകുന്നത് ഏറ്റവും കൂടുതൽ ആളുകളെ അഡ്രസ് ചെയ്യുന്ന അവിടെയുള്ള ഓട്ടോ ഡ്രൈവർമാർ അല്ലെങ്കിൽ അവിടെയുള്ള ടാക്സി ഡ്രൈവർമാർ അല്ലെങ്കിൽ ബസ് ഡ്രൈവർമാർ ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ടോ? ബസ് ഡ്രൈവർ ചോദിക്കും ഇദ്ദേഹങ്ങളുടെ ബസ് വന്നിട്ടുണ്ടോ? ഓട്ടോ ഡ്രൈവർമാർ ചോദിക്കും ഇദ്ദേഹങ്ങളുടെ ഓട്ടോ വന്നിട്ടുണ്ടോ? അതിനുശേഷം നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകും. അപ്പൊ ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പോലീസിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഏതൊരാൾക്കും ഏറ്റവും ആദ്യം ആക്സസിബിൾ ആയിട്ടുള്ള അത്രയും സർവീസ് ലെവലില് അത്രയും ആക്സസിബിൾ ആയിട്ടുള്ള ഒരു വിഭാഗമാണ് നമ്മുടെ ഈ ഡ്രൈവേഴ്സ് എന്ന് പറയുന്നത്. പോലീസിന് ഏറെ മുതൽക്കൂട്ടാണ്. അതുകൊണ്ട് തന്നെ പോലീസും ഡ്രൈവേഴ്സും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് എത്രത്തോളം നമ്മളുടെ പോലീസിന്റെ സേവനം എത്രത്തോളം ഉണ്ടോ അല്ലെങ്കിൽ